ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി. എൻ്റെ സ്ഥലം, എൻ്റെ സ്വദേശം മലയാറ്റൂരിനടുത്ത് നെല്ലിശ്ശേരിത്താണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർക്കാരനായിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. അതിൻ്റെ കാരണമുണ്ട്. ഈ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ചെറിയൊരു സ്ഥാപനം ഉണ്ട്. അത് ഏകദേശം 1 വർഷം തികയാൻ പോവുകയാണ്. ആ 1 വർഷം തികയുമ്പോൾ അതിൻ്റെ വിജയത്തിൽ അത് വിജയിക്കാനായി ഒത്തിരി എന്നെ സഹായിച്ചത് തൃശ്ശൂരത്തെ നല്ലവരായ നാട്ടുകാരാണ്. അതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നെപ്പോലെ ഒരാളെ സപ്പോർട്ട് ചെയ്തത്. ഇത്രയും നാൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും പിന്തുണയും ഇനിയും എനിക്ക് തരണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും തരണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. അത് വേറൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന ബിസിനസ്സും എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരും. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അച്ചൂസ് ഫ്രഷ് മാർട്ട്. ചെയ്യുന്ന ബിസിനസ് ഫിഷ് ആൻഡ് മീറ്റ്. ഇതിൻ്റെ ലൈവായിട്ടുള്ള ഒരു ഷോറൂമാണ് ഞാൻ കിഴക്കേക്കോട്ടയിൽ ലൂർദ് പള്ളിക്ക് സമീപം കിഴക്കമ്പട്ടയിൽ ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ സ്ഥാപനത്തെ പറ്റി പറയാം. എൻ്റെ സ്ഥാപനം പുറമേ നിന്ന് നോക്കുമ്പോൾ, എൻ്റെ നല്ലവരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ജ്വല്ലറി പോലെയാണ് ഫീൽ ചെയ്യാന്ന് പറയാം. ശരിക്കും ഞാൻ അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഷോറൂമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒത്തിരി ഇപ്പം ഇന്ത്യയുടെ അകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളിലെല്ലാം ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അവിടെയെല്ലാം ഏതൊരു ഷോപ്പാണെങ്കിലും വളരെയധികം നല്ല നീറ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ടിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള അറിവിനെയാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഞാനത് കൊണ്ടുവന്നിരിക്കുന്നത്. ഷോറൂം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, പാർക്കിംഗ് ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ആ ഷോറൂമിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മത്സ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അധികം ഒത്തിരി ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം പോയി എവിടെയൊക്കെയാണോ നല്ല ഫിഷ് കിട്ടുന്നത് അവിടെ നിന്നെല്ലാം ഒത്തിരി വെറൈറ്റി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒത്തിരി വെറൈറ്റി നമ്മൾ കൊണ്ടുവന്ന് ഷോറൂമിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മീറ്റ് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള മീറ്റാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫാമിലി വന്നാൽ, ഒരു ഫാമിലി പർച്ചേസ്, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വണ്ടി ഒരു കാറിൽ വന്നാൽ ഒന്ന് പാർക്ക് ചെയ്യുന്നു, ഷോറൂമിൽ വരുന്നു, കാണുന്നു, ഇഷ്ടമുള്ളത് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അവർക്ക് തന്നെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ സജസ്റ്റ് ചെയ്യാം. നമ്മുടെ കൂടെയുള്ള നമ്മളെ കട്ട് ചെയ്യുന്ന ആള് വളരെ വ്യക്തമായിട്ട് അവർക്ക് ഏത് രീതിയിലാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെൽ പാക്കിംഗ് ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിനെല്ലാം ഒരു പ്രചോദനം. എല്ലാം വെൽ പാക്ക് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ചിലർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പലർക്കും വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. ഷോറൂമിലേക്ക് എത്താൻ പല സാഹചര്യങ്ങളായതുകൊണ്ട് എത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെ നമ്മൾ ടൈമിന് വീടുകളിൽ എത്തിക്കുക എന്നുള്ളൊരു വളരെ വലിയൊരു ദൗത്യം ഞാൻ ഈ ഫ്രഷ് മാർട്ടിലൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഒരു ഫിഷ് ആൻഡ് മീറ്റ് ഷോപ്പിനെ ഒരു ജ്വല്ലറി ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? അതിനും ഒരു കാരണമുണ്ട്. എൻ്റെ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഞാൻ ലോകത്തിലെ തന്നെ വളരെ വലിയ ഒരു ബ്രാൻഡായ ജോയ് ആലുക്കാസ് ഗ്രൂപ്പിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് കിട്ടിയ എൻ്റെ അനുഭവ സമ്പത്തും എൻ്റെ അറിവുമാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയപ്പോൾ അതിൽ മൊത്തത്തിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളെല്ലാവരും വിളിക്കുന്ന ജോയേട്ടൻ, അതായത് എൻ്റെ ഗോഡ്ഫാദർ, അദ്ദേഹമാണ്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വളരെ വലിയ അനുഭവ സമ്പത്ത്, എങ്ങനെയാണ് ഒരു ബിസിനസ് മേഖലയിൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ച ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, അത് അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഈ ഫിഷ് ആൻഡ് മീറ്റ് ഷോപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ വളർച്ചയിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു
എൻ്റെ ഗോഡ് ഫാദർ ജോയായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ തൃശ്ശൂർക്കാരനാവാൻ എല്ലാ വിധത്തിലും കാരണമായത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും. അത് എന്നിലും അത് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ നന്മയിലും എൻ്റെ വിഷമങ്ങളിലും എന്നെ കൂടെ എന്നെ അത്രമേൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഭാര്യ ഇന്നെനിക്കുണ്ട്, ഡോക്ടർ അർച്ചന. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, ഡ്യൂട്ടിയിലാണ്. വരുന്ന നാളുകളിൽ നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഉണ്ടാവും. വീണ്ടും ഒരു കാര്യം പറയാൻ പറഞ്ഞത് ആദ്യമായി ഉണ്ടാകും. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും എൻ്റെ ഷോപ്പിൻ്റെ പേര് തന്നെയാണ് അച്ചൂസ് ഫ്രഷ് മാർട്ട്. അപ്പോൾ നമ്മൾ അച്ചൂസ് ഫ്രഷ് മാർട്ടിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാണ്. അതൊരു കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാ കാര്യത്തിലും ഞാനൊരു വെറൈറ്റി കാണുന്ന ആളാണ്. അത് എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അപ്പോൾ ഈ കുക്കിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതെനിക്കായി നിങ്ങൾ ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ ബെൽ ഐക്കൺ. യെസ്, അതൊന്ന് പ്രസ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഹലോ, അച്ചൂസ് ഫ്രഷ് മാർട്ടിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മളുണ്ടാകാൻ പോകുന്ന വിഭവം നാടൻ കോഴിയും കുമ്പളങ്ങയും കാന്താരി മുളകും. പിന്നെ ഒന്നുകൂടി ഉണ്ട്, അത് സംതിങ് സ്പെഷ്യൽ. അതിലേക്കായി നമ്മൾ എടുത്തിരിക്കുന്നത് അച്ചൂസ് ഫ്രഷ് മാർട്ടിലെ ഫ്രഷ് നാടൻ കോഴിയാണ്. നമ്മുടെ ഈ കുക്കിങ്ങിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കറിവേപ്പില, അതെല്ലാം, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുക്കിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നാടൻ കുമ്പളങ്ങയാണ്. പിന്നെ ഇതിന്റെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാന്താരി മുളക് ഇടിച്ചതാണ്, ചതച്ചതാണ്. അതുപോലെ സവാള നമ്മുടെ വീട്ടിലല്ല, നമ്മൾ വാങ്ങിയതാണ്. കറിവേപ്പില നിങ്ങൾ നേരത്തെ കണ്ടുല്ലോ, നമ്മുടെ വീട്ടിലെയാണ്. ഇഞ്ചി നമ്മുടെ വീട്ടിലെയാണ്, അത് ചതച്ചതാണ്. ചെറുള്ളി നമ്മൾ ചതച്ചതാണ്. പിന്നെ വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നു. മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് അച്ചൂസ് ഫ്രഷ് മാർട്ടിന്റെ മാത്രം മസാലപ്പൊടിയാണ്. അതോടൊപ്പം കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു കാര്യം കൂടി നമുക്കുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ സസ്പെൻസ്, അത് നമുക്ക് മിക്സിങ്ങിൽ കാണാം. ഓക്കെ, ഇനി നമ്മളിതെല്ലാം മിക്സ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് നമ്മളിതെല്ലാം ഇടുകയാണ്. നമ്മൾ മസാലപ്പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി എല്ലാവരും വിചാരിക്കും വെള്ളം ഒഴിക്കുമെന്ന്. നമ്മൾ വെള്ളമല്ല ഒഴിക്കുന്നത്. നമ്മൾ വെള്ളത്തിന് പകരം നാടൻ തെങ്ങിൽ നിന്ന് കിട്ടിയ നാടൻ സ്വയംഭൻ കള്ളാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഹാവ്, ഗ്യാസ് കണ്ടോ? സൂപ്പർ. ഇതാരും തെറ്റിദ്ധരിക്കണ്ട, വേറെ ഒന്നും തേങ്ങാപ്പാലല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, നാടൻ തെങ്ങിൻ കള്ളാണ്. ഓക്കെ, നന്നായി തേച്ച് പിടിപ്പിക്കുക. കുറച്ച്, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് മാത്രം. ഒത്തിരി ഇപ്പോൾ കൊളസ്ട്രോളിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറിവേപ്പില, എന്താ ഒരു സൗണ്ട്. അതുപോലെ ചതച്ച ഇഞ്ചി, കുറച്ച് ഉള്ളി, മറ്റെല്ലാ ഐറ്റംസും നമ്മൾ പാനിലിട്ട് വേവിക്കാൻ പോവുകയാണ്. നമ്മൾ വഴറ്റിയെടുത്ത നമ്മുടെ വെജിറ്റബിൾസ്, ഇഞ്ചി, കറിവേപ്പില, കാന്താരി മുളക് എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കല്ലിൽ മിക്സ് ചെയ്ത ചിക്കനിലേക്ക് ഇടുകയാണ്. നോക്കൂ, ചിക്കന് കൊടുത്ത കള്ള് പോരാൻ തോന്നുന്നു. നമ്മൾ അതുകൊണ്ട് കുറച്ചും കൂടി കള്ള് ഒഴിക്കുന്നുണ്ട്. നമുക്ക് കള്ളിങ്ങനെ ചുറ്റിച്ചൊഴിക്കുക, എല്ലാ ഭാഗത്തേക്കും ആവാവുന്ന രീതിയിൽ ചുറ്റിച്ചൊഴിക്കുക. നമ്മുടെ ചിക്കൻ ഏകദേശം വേവ് പാകമായി തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കന് കൂട്ടായി നമ്മുടെ കുമ്പളങ്ങ, നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുമ്പളങ്ങ ഇടാൻ പോവാണ്. യെസ്, ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുത്തു, എന്നാലും റെഡിയായി. നമുക്ക് നോക്കാം. ഞാനൊന്ന് തുറക്കാണ്. യെസ്, ആ ഒരു സ്മെൽ അത് തന്നെ. ഇത് മതി. ഇത് തന്നെ നമുക്ക് കുറച്ച് നല്ല വട്ടയപ്പും കൂടിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുക. സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ നാടൻ കോഴി, കുമ്പളങ്ങ, കാന്താരി പ്ലസ് നമ്മുടെ സംതിങ് കളർ കൂടിയിട്ടുള്ള കുക്കിംഗ് റെഡിയായി. നമ്മൾ കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ കോഴിയും കുമ്പളങ്ങയും കാന്താരിയും റെഡി ആയിട്ടുണ്ട്. എനിക്കിന്ന് ഭക്ഷണം റെഡിയാകുന്നതിലുപരി 2 സന്തോഷമുണ്ട്. അതിലൊന്ന്, ഞാൻ എപ്പോഴും ഒരു സർപ്രൈസ് എല്ലാ വീഡിയോയിലും ബാക്കി വെക്കാറുണ്ട്. അതിലൊന്ന് എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇന്നാണ്. 2, ഈ ഫുഡ്, ഈ ചിക്കനും നാടൻ കോഴിയും കുമ്പളങ്ങയും ടേസ്റ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ലോക മലയാളിക്ക് എല്ലാവർക്കും ശബ്ദത്തിലൂടെ അറിയാം. വേറെ ഒന്നുമല്ല, ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിലൂടെ ബിഗ് ബോസായി സൗണ്ട്, ശബ്ദം കൊടുക്കുന്ന രഘുരാജാണ്. എൻ്റെ സുഹൃത്താണ്, വളരെ നാളത്തെ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ബിഗ് ബോസിലൂടെ മാത്രമല്ല, ഹലോ ജോയ ലൂക്കാസ്, അതിലൂടെയും അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്. ആന്റണി വളരെ നാളായിട്ട് എന്റെ സുഹൃത്താണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. യെസ്, ആന്റണി കുറെ സമയം എടുത്തു കാണല്ലോ ഇത് ചെയ്യാനായിട്ട്. സമയം എടുത്തു. ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ സ്റ്റൈലൊന്നും വേണ്ട, കുറച്ച് നാടനാക്കാം. യെസ്, താങ്ക് യു. നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് അതെ ഒരു ഇതുണ്ടാവും. വട്ടയപ്പത്തിന്റെ കൂടെ ഈ കോമ്പിനേഷൻ ആദ്യമായിട്ടാണ്. എന്തായാലും അത് ഞങ്ങളുടെ തൃശ്ശൂരിന്റെ സ്വന്തമാണ്. വട്ടയപ്പം, കോഴി, കുമ്പളങ്ങ ഞാനും സ്വന്തമാണ്. ഭാഗം കൊണ്ട് തൃശ്ശൂർക്കാരനാണ്. തീർച്ചയായിട്ടും. ആണേ പരീക്ഷ നോക്കാവുന്ന ഒരു മേഖലയാണ് കുക്കിങ്ങും. അതെ, തീർച്ചയായിട്ടും. ഗംഭീരം, സൂപ്പർ. താങ്ക് യു. അപ്പോ അച്ചു സുഷ്മാട്ടിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ വീഡിയോ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും ഇതിലും സസ്പെൻസും വ്യത്യസ്തതയുമുള്ള വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോ നമ്മുടെ അച്ചു സുഷ്മാട്ടിന്റെ യൂട്യൂബ് ചാനലിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്നുകൂടി ഉണ്ട്, കമന്റ് ചെയ്യുക, പ്ലീസ് ബെൽ ഐക്കൺ പ്ലീസ് ചെയ്യുക. ബൈ.